അത് ചിലരൊക്കെ ആയിക്കൊണ്ടാണ് ചെയ്യണത്. കാര്യം ഞാനേ ഉള്ളൂ, ഇവർക്ക് മക്കളുണ്ടല്ല, ഒന്നും തിരിഞ്ഞു നോക്കിയില്ല, എല്ലാം എൻ്റെ മുതുകത്താണെന്ന് പറഞ്ഞ് ഇങ്ങനെ ആകിക്കൊണ്ടൊക്കെ ചെയ്യും. അത് ഇങ്ങനെ സാധാരണ ജഡിക മനുഷ്യരങ്ങനെ ചെയ്യും. പക്ഷേ ചിലർക്ക് നല്ല ബുദ്ധിയുള്ളവരുണ്ട്. അവരെന്താണ്, ഈ രോഗിയെന്നൊരു രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ അവരിന് ബോധമില്ലാതെ മരിച്ചു പോവുകയുള്ളൂ. നമുക്കറിയാതെ അവർ ഇനി സുഖപ്പെട്ട് വന്ന് നമുക്കൊരു നന്ദി പറയത്തൊന്നുമില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അങ്ങനെയുള്ളവരെ നിങ്ങൾ വിഷമിക്കരുത്, അത് ഞാനാണെന്ന് കരുതിയാൽ മതിയെന്ന്. അതാണ് വിഷയം. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്നേ പറയില്ല. അപ്പം നിങ്ങൾക്ക് പ്രത്യുപകാരമോ പ്രതിഫലമായിട്ട് ഒരു പുഞ്ചിരിയോ കൈകൊപ്പ് പോലും തരാത്ത ആൾക്കാരെ ശുശ്രൂഷിക്കുന്നതാണ് ഇതെല്ലാം തരുന്ന ആൾക്കാർ ശുശ്രൂഷിക്കുന്നത്. അപ്പം ഇതെല്ലാം തരുന്ന ആൾക്കാരെ ശുശ്രൂഷിക്കുന്നതിന് 10 പോയിൻ്റ് കൃപയുണ്ടെങ്കിൽ ഈ ഒരു പുഞ്ചിരി പോലും തരാത്ത ആൾക്കാരെ നമ്മൾ ആരും കാണാതെ തന്നെ, ഒരു നല്ല വാക്ക് പോലും കേൾക്കാതെ തന്നെ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് 1000 പോയിൻ്റ് കൃപയാണുള്ളത്. എന്താ കാര്യം? അത് കർത്താവാണെന്നും പറഞ്ഞാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത്. അങ്ങനെയാണ് ദൈവതിരുസന്നിധിയിൽ സമ്പന്നനാകണത്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ